എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് റെയ്ഡ് 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് റെയ്ഡ് 2 സ്വന്തമാക്കിയത്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് റെയ്ഡ് 2വിന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്കാണ് റെയ്ഡ് 2വിന്റെ OTT റിലീസ്. മൾട്ടി ഓഡിയോ വന്നേക്കും. അടുത്തൊരു അപ്ഡേറ്റ് തഗ് ലൈഫ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തഗ് ലൈഫ്. ജോർജ് ജോർജ്, കമൽഹാസൻ തുടങ്ങി ഒരുപാട് പേര് തഗ് ലൈഫിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമ അട്ടർ ഫ്ലോപ്പായി. നെറ്റ്ഫ്ലിക്സ് ആണ് തഗ് ലൈഫിന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. തഗ് ലൈഫ് നേരത്തെ തന്നെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യൽ OTT റിലീസ് ജൂലൈ മാസം ഫസ്റ്റ് വീക്കിലാണ്. അടുത്തൊരു അപ്ഡേറ്റ് സാരി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ നാളെ രാത്രിയാണ് OTT റിലീസ്. മലയാളം വെർഷനും നാളെ തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കപ്പ്. ഈ സിനിമയ്ക്ക് വേണ്ടി ആരും തന്നെ കാത്തിരിക്കുന്നില്ല. ബേസിൽ, മാത്യു തോമസ്, അനിക, നമിത പ്രമോദ് തുടങ്ങി ഒരുപാട് പേര് കപ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് സിനിമ പരാജയപ്പെട്ടു. ഒരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയാണ് കപ്പ്. ഇപ്പോഴിതാ സൈനാപ്ലയാണ് കപ്പ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം ലാസ്റ്റ് വീക്കോട് കൂടി കപ്പ് സിനിമ സൈനാപ്ലയിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് സ്ക്വിഡ് ഗെയിം എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. സ്ക്വിഡ് ഗെയിമിന്റെ ലാസ്റ്റ് സീസൺ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസാവുന്നത്. സ്ക്വിഡ് ഗെയിം 3 നാളെ രാത്രി 12 മണിക്ക് നെറ്റ്ഫ്ലിക്സിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ജിന്നി സിനിമ സ്വന്തമാക്കിയത്. ഒരു കോമഡി ഹൊറർ മൂവിയായിരുന്നു ജിന്നി. സൗബിൻ ഷാഹിറാണ് ജിന്നി സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമ റിലീസായിട്ട് കാലങ്ങളായി. ഇപ്പോഴാണ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ആമസോൺ പ്രൈം ജിന്നി സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. കൂടുതലും ജൂലൈ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും ജിന്നി സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡിറ്റക്റ്റീവ് വിജിലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡിറ്റക്റ്റീവ് വിജിലൻ. പക്ഷേ ധ്യാൻ ശ്രീനിവാസ സിനിമകൾ നോക്കിയാൽ അതിൽ നിന്ന് കുറച്ചെങ്കിലും ഭേദമുള്ളത് ഡിറ്റക്റ്റീവ് വിജിലനാണ്. ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ഡിറ്റക്റ്റീവ് വിജിലൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഡിറ്റക്റ്റീവ് വിജിലന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും ഉജ്ജ്വലൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് 11 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റു ഭാഷകളിൽ 11 സിനിമ നേരത്തെ തന്നെ ഇറങ്ങിയതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയാണ് 11. ഇപ്പോഴിതാ 11 സിനിമയുടെ മലയാളം വെർഷൻ റിലീസായിരിക്കുകയാണ്. ഇന്ന് മനോരമ മാക്സിലാണ് 11 സിനിമയുടെ മലയാളം വെർഷൻ റിലീസായിരിക്കുന്നത്. ഒരുപാട് പേര് പോസിറ്റീവ് റിപ്പോർട്ട് നൽകിയ സിനിമയാണ് 11. അടുത്തൊരു അപ്ഡേറ്റ് എയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിജയ് സേതുപതി നായകനായ സിനിമയാണ് എയ്സ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ്. ഈ എയ്സ് എന്ന സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ട്. മലയാളം വെർഷനാണ് ആമസോൺ പ്രൈമിൽ വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബസൂക്ക. പക്ഷേ മികച്ച അഭിനയമാണ് മമ്മൂട്ടി ബസൂക്കയിൽ കാഴ്ചവെച്ചത്. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. ബസൂക്കയുടെ OTT നേരത്തെ തന്നെ വിറ്റുപോയതാണ്. C5 ആണ് ബസൂക്ക വാങ്ങിച്ചിരിക്കുന്നത്. പ്രിൻസ് എന്ന സിനിമയ്ക്ക് ശേഷം C5ൽ അടുത്തത് ബസൂക്കയായിരിക്കും. ജൂലൈ മാസം ഫസ്റ്റ് വീക്കിലാണ് ബസൂക്ക സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആസാദി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ആസാദി സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയത്. ഈ സിനിമയുടെ OTT റിലീസ് ഇന്നാണ്. ലാൽ, ശ്രീനാഥ് ബാസി തുടങ്ങിയവരാണ് ആസാദി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് മനോരമ മാക്സിലാണ് ആസാദി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തത്. മാർക്കോ സിനിമയ്ക്ക് ശേഷമാണ് ഗെറ്റ് സെറ്റ് ബേബി എത്തിയത്. അതുകൊണ്ട് സിനിമയ്ക്ക് നല്ല വരവേൽപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിഖില വിമൽ, ഉണ്ണിമുകുന്ദനാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഫാമിലി പ്രേക്ഷകർ 2 കൈ നീട്ടിയാണ് ഗെറ്റ് സെറ്റ് ബേബിയെ സ്വീകരിച്ചത്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഗെറ്റ് സെറ്റ് ബേബി അടുത്ത വീക്കിൽ സർപ്രൈസ് ആയിട്ട് റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് നരിവേട്ട നേടിയെടുത്തത്. ടോവിനോ തോമസും സുരാജും പോലീസ് വേഷത്തിലാണ് നരിവേട്ടയിലെത്തിയത്. നല്ലൊരു കഥയാണ് നരിവേട്ട പറഞ്ഞു പോകുന്നത്. ആദിവാസികളുടെ സമരമാണ് നരിവേട്ട സിനിമയിൽ കാഴ്ചവെക്കുന്നത്. തിയേറ്ററിൽ നിന്ന് അത്യാവശ്യം നല്ല കളക്ഷൻ നരിവേട്ട സ്വന്തമാക്കി. ഇപ്പോഴിതാ നരിവേട്ടയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂലൈ മാസം ഫസ്റ്റ് വീക്കിൽ വരുമെന്ന റിപ്പോർട്ട്
സ്പോട്ടാണ് കാണാനുള്ളത്. കൂടുതലും ജൂലൈ മാസം 1-നായിരിക്കും നരിവേട്ട സിനിമ റിലീസാവാൻ പോകുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം റിലീസിനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരിക്കലും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.